ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി സലാഡാണ് കേട്ടോ. സലാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ ഒരു 10-11 മണി നേരത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും ഒട്ടും കഴിക്കാത്ത എൻ്റെ മക്കളൊന്നും ഒട്ടും വെജിറ്റബിൾസ് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് മാത്രമല്ല, നമ്മുടെ വൈറ്റ് ചിക്ക് പീസ്, അതായത് കാബൂളി കടലയൊക്കെ അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പം ഞാനിത് മെയിൻലി ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ 40+ ഏജ് ആയിട്ടുള്ളവർക്ക്, ഇപ്പം മെനോപോസ് സ്റ്റേജിലൂടെ പോകുന്നവർക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഡെയിലി ഒരു തവണയെങ്കിലും കഴിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് ഈ ചിക്ക് പീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ ആക്കി കഴിക്കുമ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ കൂടെ കുറേ വെജിറ്റബിൾസും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഏറ്റവും സിമ്പിളും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മെനോപോസ് സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതേ കാബൂളി കടല രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാൻ 1 കപ്പ് കടലയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കടലേനേക്കാൾ ഏകദേശം ഒരു 1 ഇഞ്ചോളം മേലെ വെള്ളത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. പിന്നെ നമ്മളത് കടല ഇതേ ഒരുപാട് അങ്ങ് വെന്ത് കുഴയരുത്, നന്നായി വെന്തിരിക്കണം, പക്ഷെ ഒട്ടും കുഴയരുത്. ഞെക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് വിസിൽ വന്നപ്പോൾ പിന്നെ അതൊരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 4 വിസിലും കൂടി അടിച്ച് അങ്ങനെ 5 വിസിലിനാട്ടോ അത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടെ കുറച്ച് ക്യാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പച്ച കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പച്ച കഴിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ആ ക്യാബേജ് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഇതിന് വേണ്ടുന്ന, ഈ സാലഡിന് വേണ്ടുന്ന മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മുളക് പൊടി ആയാലും ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അബദ്ധം പറ്റി. ഈ ക്യാബേജ് ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ ഈ മുളക് പൊടി ഇട്ട് ഞാൻ അതിൻ്റെ മേലെ നമ്മുടെ വേവിച്ച് വെച്ച ചിക്ക് പീസും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആദ്യം തന്നെ ഈ ചിക്ക് പീസും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മേലെ ക്യാബേജ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. കാരണം ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ക്യാബേജ് നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും വേവരുത്, ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ചിക്ക് പീസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് ചൂടാകുന്ന സമയത്ത് ക്യാബേജ് മേലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായിരിക്കും ബെറ്റർ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കത് തീ ഓഫ് ചെയ്ത് അവിടെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്നത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടോ. കാരണം നമുക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കണ്ടല്ലേ, അപ്പം ചൂട് പാടില്ല. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളാണ്. അതെന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കടല എന്നൊക്കെ പറയുമ്പോൾ വേകുമ്പോൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പം ഞാനൊരു വലിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ക്യാരറ്റ് നല്ല പൊടിയായി ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ, നേർങ്ങനെ നീളത്തിൽ, അത് കാണുമ്പോൾ ഒരു ഭംഗിക്കാണേ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊടിയായി അരിഞ്ഞ ഇഞ്ചി, ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ഇത് നല്ലതാണല്ലോ, ദഹനത്തിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തൊന്നുമില്ല. പക്ഷേ അത് കുട്ടികൾ കാണാതിരിക്കാൻ വേണ്ടി മാക്സിമം പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ പച്ചക്കറികൾക്കൊന്നും ഉപ്പിട്ടിട്ടില്ല, കടല നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഈ പച്ചക്കറികൾക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറുനാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങയുടെ കാൽഭാഗമൊക്കെ എടുത്തിട്ടുള്ളൂ, കുരുവൊക്കെ കളഞ്ഞിട്ട് അതും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. തക്കാളി ഉള്ളതുകൊണ്ട് കാൽഭാഗം മതിയാവും. നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അരഭാഗം തന്നെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവത്തിൽ കുട്ടികൾക്ക് ഇവിടെ ചാറ്റ് മസാല ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അന്നേരം കുട്ടികൾക്കും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ചാറ്റ് മസാല ഇട്ടു. നമ്മൾക്ക് ശരിക്കും മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗരം മസാല ആയിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് മസാല ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ എൻ്റെ ഫേവറേറ്റ് മല്ലിയിലയാണ്. അപ്പോൾ നിങ്ങൾ മല്ലിയില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ സാലഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് സെർവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാലഡ്, അതായത് വൈറ്റ് ചിക്ക് പീസ് സാലഡ്. അപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ എന്തായാലും തോന്നുന്നുണ്ടാവുമല്ലേ. അപ്പോൾ ഇത് നമ്മളിപ്പം കഴിച്ചു കഴിഞ്ഞാൽ, വൈകുന്നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഡിന്നറിൻ്റെ ആവശ്യവും വരില്ല കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ
ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ആ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.